വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, 5-6 നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവന് അത് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽ തിരയ്ക്ക് തുല്യനാണ്. കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തുകയാണ് യാക്കോബ് ശ്ലീഹായിലൂടെ. അതായത്, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ. നമുക്ക് പലപ്പോഴും തോന്നും, അല്ലേ, എനിക്ക് ഒട്ടും ജ്ഞാനമില്ല, എനിക്ക് അറിവില്ല, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അതൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ കർത്താവ് നമ്മളോട് പറയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അതായത്, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ജ്ഞാനം വേണം. അപ്പോൾ ആ ജ്ഞാനത്തോടു കൂടി സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കേൾക്കാൻ അത് ഇഷ്ടപ്പെടും. സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. കാരണം ഉദാരമായി നൽകുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ സംശയിക്കരുത്, കർത്താവിനെ വേദനിപ്പിക്കരുത്. അത് കിട്ടുമോ ഇല്ലേ, കർത്താവ് നമുക്ക് തരുമോ ഇല്ലേ എന്നുള്ള ഒരു എന്താ പറയുക, ആടിയുല എന്ന പോലെയുള്ള ഒരു വിശ്വാസമല്ല. ശരിയായിട്ടുള്ള ഉറച്ച വിശ്വാസത്തിൽ, നമ്മുടെ മുന്നിൽ കാണുന്ന ദൈവമാണെന്നുള്ള വിശ്വാസത്തിൽ, നമ്മളെ സൃഷ്ടിച്ച ദൈവമാണെന്നുള്ള വിശ്വാസത്തിൽ വേണം ചോദിക്കാനായിട്ട്. ആ ദൈവത്തിന് നമുക്ക് എന്തും തരാനായിട്ട് കഴിയും. നമ്മുടെ വിശ്വാസം മതി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ. സുഭാഷിതങ്ങൾ 23:23 പറയുന്നു, എന്ത് വില കൊടുത്തും സത്യം നേടുക, അത് കൈവിടരുത്. ജ്ഞാനവും പ്രബോധനവും ബുദ്ധിയും നേടുക. എന്ത് വില കൊടുത്താലും നമ്മൾ ജ്ഞാനം കൈവരിച്ചേ പറ്റൂ. അതിന് കർത്താവിൻ്റെ മുന്നിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക, അതിനു വേണ്ടി ത്യാഗം ചെയ്യുക. ആ ജ്ഞാനം നമ്മൾ നേടിയേ ഒക്കൂ. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ, അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഒരു പ്രാർത്ഥന തന്നെയുണ്ടല്ലോ. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന്, അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. എത്ര രസമാണ് അല്ലേ? എന്തിനാണ് നമുക്ക് ജ്ഞാനം വേണ്ടത്? അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവാനും കൂടിയാണ് ഈ ജ്ഞാനം നമുക്ക് കിട്ടേണ്ടത്. ലോകത്തിൽ ജീവിക്കാൻ ജ്ഞാനം വേണം. അതുകൂടാതെ സ്വർഗീയ കാര്യങ്ങൾ, ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ, നമ്മളെപ്പോഴും പറയും ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന്. പക്ഷെ അത് നമുക്ക് മനസ്സിലാകുന്നുണ്ടോ ഇഷ്ടം എന്താണെന്നുള്ളത്? അപ്പം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവേ, അവിടുത്തെ ഇഷ്ടം മനസ്സിലാക്കാനായിട്ട് അവിടുത്തെ ജ്ഞാനത്തെ, സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. എന്ത് രസമല്ലേ? വിശുദ്ധ സ്വർഗത്തിൽ നിന്ന്, അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ജ്ഞാനം കൊണ്ട് നിറയാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.